കട്ടൻ വിത്ത് കുട്ടൻ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ. ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് പുലാവാണ്. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നമുക്കൊരു കുഴിവുള്ള പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 750 ഗ്രാം ബീഫാണ്. ഇവ നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ക്യാരറ്റ്, 1 ക്യാപ്സിക്കം, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇവയെല്ലാം കൂടി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 3 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ടതിന് ശേഷം ചതച്ച മുളക് 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എന്നിവ ഇട്ട് നന്നായി വരട്ടണേ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബീഫ് മസാലയും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 15 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്കതിലേക്ക് ഒരു 2 ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. ഇനി ഈ വേവിച്ച ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. സ്റ്റോക്കും ചേർത്ത് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഉപ്പും ആവശ്യത്തിനിട്ട് 2 പച്ചമുളക്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, നാരങ്ങ നീരും ഒഴിച്ച് മൂടി വെച്ച് തിളപ്പിക്കാം. സ്റ്റോക്ക് ഒഴിച്ച വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കോരി മാറ്റി വെച്ച ബീഫ് ചേർക്കാം. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കഴുകി കുതിർത്ത് മാറ്റി വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഈ ചേരുവകളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കാഷ്യൂ നട്ട്സ്, ഉണക്കമുന്തിരി ഇട്ട് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. വളരെ എളുപ്പത്തിലും രുചിയേറിയതുമായ ബീഫ് പുലാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.